ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ CapCutൽ എങ്ങനെയാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. PC വേർഷനിലാണെങ്കിൽ ഇതിലിങ്ങനെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ടെക്സ്റ്റ് എന്നൊരു ഐക്കൺ കാണാം. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിഫോൾട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷനാണ് നമ്മൾ പുതിയതായിട്ട് ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്തിരുന്നത്. ഈ ടെക്സ്റ്റിൽ ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി ഡിഫോൾട്ട് ടെക്സ്റ്റ് എന്നായിരിക്കും. അത് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ മുകളിലുള്ള ഓപ്ഷൻസിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് റൈറ്റ് സൈഡിലുള്ള ഈ വിൻഡോയിൽ വീഡിയോയുടെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും വന്നു. അതുപോലെ തന്നെ ടെക്സ്റ്റിന്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ലഭിക്കും. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. വലുതാക്കാനും ചെറുതാക്കാനായിട്ട് ഇവിടെയുള്ള ഈ ഫോണ്ട് സൈസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ ടെക്സ്റ്റിന്റെ സൈഡിലുള്ള ഈ 4 ഡോട്ട്സ് ഉപയോഗിച്ചാൽ മതിയാവും. അതിനുശേഷം വരുന്ന ഓപ്ഷൻസ് എല്ലാം ജസ്റ്റ് ഈ വേർഡിലൊക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള ഓപ്ഷൻസ് ആണ്. ബോൾഡ്, അണ്ടർലൈൻ, ഇറ്റാലിക്, അപ്പർ കേസ്, ലോവർ കേസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. കളർ, പിന്നെ ഡിഫോൾട്ട് ആയിട്ടുള്ള പ്രീസെറ്റ് സ്റ്റൈൽസ് കൊടുത്തിട്ടുണ്ട്. ഈ സെയിം പ്രീസെറ്റ് സ്റ്റൈൽസ് തന്നെയാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളതിലും കൊടുത്തിരിക്കുന്നത്. ഈ ടെക്സ്റ്റ് എഫക്ട് എന്ന് പറയുന്നത്, ഈ ടെക്സ്റ്റ് എഫക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എഫക്റ്റുകൾ കാണാം. സെയിം തന്നെയാണ് നമുക്ക് ഇവിടെ പ്രീസെറ്റ് സ്റ്റൈൽസിലും കൊടുത്തിരിക്കുന്നത്. പിന്നീട് അതിന് താഴെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സ്കെയിലും ഫോണ്ട് സൈസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫോണ്ട് സൈസ് ഈ സ്ക്വയറിനുള്ളിലുള്ള ഫോണ്ടിന്റെ വലുപ്പമാണ് കൺട്രോൾ ചെയ്യുന്നത്. സ്കെയിൽ എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റിനെ വലുതാക്കും. ബ്ലെൻഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഒപ്പാസിറ്റി ആണ്. നമുക്ക് എത്ര ഒപ്പാസിറ്റിയിൽ ഇത് ഇവിടെ ഫിക്സ് ചെയ്യണം എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നത്. സ്ട്രോക്ക് എന്ന് പറയുന്നത് അതിന് ചുറ്റുമുള്ള ഒരു ടെക്സ്റ്റിന് ചുറ്റും സ്ട്രോക്ക് വരും. അതുപോലെ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ അതിനുശേഷം ഈ ടെക്സ്റ്റ് നമുക്ക് ഗ്ലോ ചെയ്യിക്കാൻ, അതായത് ഒരു ഗ്ലോയിങ് എഫക്ട് കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെയാണ്. ഷാഡോ, ഇതെല്ലാം സാധാരണ ഫോട്ടോഷോപ്പിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റിംഗ് ടൂൾസിലെല്ലാം കാണുന്ന ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഫോണിലത്തെ CapCutലും ഇതേ മെത്തേഡിൽ തന്നെയാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്. ഈ സൈഡിൽ കാണുന്ന, റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഓപ്ഷൻസ് എല്ലാം താഴെയുള്ള ഒരു ബാറിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ.